വണ്ടി ടാക്സി എന്ന് നമ്മൾ പറഞ്ഞേക്കണേ. ലോങ് ട്രിപ്പ് ഉണ്ട്. ഇതേ അരിവാൾ കൊണ്ട് ഉറങ്ങാൻ പറ്റൂല, നടുവ് പ്രശ്നമായതുകൊണ്ട് മുറ്റത്തെ പുല്ല് പറിക്കാന്ന് പറഞ്ഞു. നിങ്ങൾ ചോദിക്കൂല അണ്ണാനും തിന്നണ്ടേന്ന്. ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോഴാണ് ഒരു സന്തോഷം. രക്ഷപ്പെടുത്തിയത് പാവം. നല്ല ഭംഗിയുണ്ട് ഇത് കൊടുത്തിട്ട്. ഇതിന് കട്ടിയൊക്കെ ഉണ്ടോ അമ്മ പറയണോ? ഇല്ല, മനുഷ്യാവസ്ഥയിലല്ലോ. അസുഖമൊക്കെ വന്നാലേ പെട്ടെന്ന് ഒരു സംഗതി കാണാറായിട്ടില്ല, എന്നാലും കാണിക്കാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്റെ കൃഷിയായിട്ട് നട്ടേക്കണ കാണിക്കാം. എവിടെയാന്ന് കാണിച്ചു തരാമ്പാ. ഗുഡ് മോർണിംഗ്. എപ്പോഴും പൂക്കളെ കാണിച്ചുകൊണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കാറ്. കാരണം പൂക്കൾ എപ്പോഴും പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നവയല്ലേ. കുറച്ച് മണ്ണ് കൊണ്ടേ ഇട്ട് അതിന് ശേഷം അതിൽ പൂ ഇങ്ങനെ വന്നത്. മണ്ണ് കുറഞ്ഞായിരുന്നു, വളം ഒന്നും ഇട്ടിട്ടില്ല. ആണോ? നിറച്ച് പൂക്കളുണ്ട് അതിന് ശേഷം. മണ്ണ് കുറഞ്ഞിട്ടായിരിക്കും പൂ കുറഞ്ഞത്. ചോട്ടിലെ മണ്ണ് നോക്കിക്കേ. പിന്നെ ആ ഗേറ്റിന്റെ അവിടെ ബന്ധിയിലും മുട്ട ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ അതൊന്ന് പിടിച്ചോണ്ട് പോരാ. ഞാനിവിടെ ചായ വെച്ച് നോക്കാം. ചായ കൊടുത്തേച്ച് ഞാൻ വേണമെങ്കിൽ വരാം. അതൊക്കെ പൊക്കോ, ഞാൻ വരാം. ഇനിയിപ്പം പാഷൻ ഫ്രൂട്ട് പറഞ്ഞുണ്ട്, അത് കിളിപ്പിച്ചേച്ച് നമുക്ക് മണ്ണിൽ ഇവിടെ വെക്കാന്ന് ഓർത്താ. അപ്പോഴേ രാവിലെ എണീറ്റ് ഈ മുറ്റത്തോടെ ഒക്കെ നടന്നപ്പോഴാണ് കണ്ടത് അങ്ങിങ്ങായിട്ട് പാഷൻ ഫ്രൂട്ട് കിടക്കണ്. ഓടി ചെന്ന് എടുക്കാൻ നോക്കിയപ്പോഴാണ് അതൊക്കെ കടിച്ച് കളഞ്ഞേക്കണ്. അതേ നമ്മുടെ അണ്ണാന്റെ പണിയാന്നേ. നമ്മുടെ ദേ ആ മരത്തിൽ ഒരു പാഷൻ ഫ്രൂട്ട് ചെടി നമ്മൾ കയറ്റിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം പോലും നമുക്ക് തരാറില്ല. കംപ്ലീറ്റ് അണ്ണാൻ കടിച്ച് താഴെ ഇടുമ്പോഴാണ് അതിൽ ഫ്രൂട്ട് ഉണ്ടെന്ന് തന്നെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കണേ. ദേ അത് അപ്പം പെറുക്കി വെച്ചേക്കണാണ് കേട്ടോ. അതും ഇതുപോലെ താഴെ വീഴണാണ്. പക്ഷെ അത് അധികം മൂത്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. പുല്ലിന് വരാനായിട്ട് എല്ലാം ക്ലീൻ ആക്കി തങ്ങി. ഈ ആഴ്ച കുഞ്ഞോള് വരുമ്പോ ഞാൻ പറഞ്ഞ് പുല്ല് പറിക്കാം, നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. ആഹാ, പുല്ലുപറിയാണ് അമ്മയുടെ മെയിൻ തിങ്. അല്ല, മുറ്റത്തെ പുല്ല് പറമ്പിലൊന്നും പറ്റില്ല. ദേ ആ മുറ്റത്തിന് താഴെയുള്ള അപ്പം ഉറങ്ങിയതാ. പുള്ളിക്കാരത്തേക്ക് പാടില്ല. അത് കുറച്ച് വേന ഉറങ്ങിയത് നന്നായി. അല്ല, അത് മൊത്തം കളയാന്ന് അപ്പൊ പറഞ്ഞപ്പോ പിന്നെ എന്തെങ്കിലും വേറെ ആക്ടിവിറ്റിയോ അതുകൊണ്ട് നടന്നില്ല. ഒരു ദിവസം വൈകുന്നേരം കുറച്ച് കളഞ്ഞതാ. ഇപ്പൊ കുഞ്ഞോളേച്ചിക്ക് അവിടെ ഇരുന്നങ്ങനെ അരിവാൾ കൊണ്ട് ഉറങ്ങാൻ പറ്റൂല, നടുവ് പ്രശ്നമായതുകൊണ്ട് മുറ്റത്തെ പുല്ല് പറിക്കാന്ന് പറഞ്ഞു. നമ്മൾ 2 ട്രിപ്പ് ഞാൻ പറിച്ചത്. ദേ ആ അണ്ണാൻ പാഷൻ ഫ്രൂട്ട് തിന്നിട്ടേക്കണം. പകുതി മൂത്തട്ടില്ല. ദേ ഇല്ലേ കിടക്കണതേ. ഞാനിന്ന് രാവിലെ 2-3 പെറുക്കിയിട്ടു. അതെ, പക്ഷെ പെറുക്കിയതൊക്കെ ഇതായിരുന്നു, കടിച്ചതായിരുന്നു. ഇതൊക്കെ അണ്ണാനെടുക്കണ കേട്ടോ. നിങ്ങൾ ചോദിക്കൂല അണ്ണാനും തിന്നണ്ടേന്ന്. അണ്ണാനാണ് തിന്നണ, ഞങ്ങള് കഴിക്കാറില്ല. ഞങ്ങള് കഴിക്കാറേ ഇല്ല. അതെ, ഇതൊക്കെ അണ്ണാൻ കടിച്ചിട്ടേക്കണം. ഇത് ഞാൻ പെട്ടെന്ന് എടുത്ത് നോക്കണേ. നമുക്കൊരു പർപ്പിൾ പാഷൻ ഫ്രൂട്ടിന്റെ ചെടിയുണ്ട്, അതാണെന്ന് ഓർത്താ ഞാൻ എടുത്ത് നോക്കണേ. പക്ഷെ അതിൽ നിന്നൊന്നും താഴെ വീണിട്ടില്ല കേട്ടോ. അതാ എനിക്ക് കൂടുതൽ ഇഷ്ടം. അതിനകത്ത് കുറച്ചും കൂടി നല്ല പൾപ്പിയായിരിക്കും. പൈപ്പിനുള്ളിൽ തല കുടുങ്ങിയ പൂച്ചക്കുഞ്ഞിനെ ദേ രക്ഷിച്ചു. ഓ ഭാഗ്യം. ചെറു പൈപ്പിനുള്ളിൽ തല കുടുങ്ങിയ പൂച്ചക്കുഞ്ഞിനെ തൃപ്പൂണിത്തറയിലെ അഗ്നിരക്ഷാ സേന രക്ഷപ്പെടുത്തി. ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോഴാണ് ഒരു സന്തോഷം. രക്ഷപ്പെടുത്തിയത് പാവം. മാലയും മറ്റും എടുത്തിട്ടല്ലോ. മാല ഇട്ട് പുറത്ത് യാത്ര പോകാനുള്ളതുകൊണ്ട് സിംഗിൾ മാല ഇട്ടേക്കണ, ചെറുതാ. ഇന്ന് പുറത്തേക്ക് പോണല്ലോ. എപ്പോഴാ പോണേ? 12:30-ക്ക് ശേഷം എന്നാ പറഞ്ഞ. വണ്ടി ടാക്സി എന്ന് നമ്മൾ പറഞ്ഞേക്കണേ. ലോങ് ട്രിപ്പ് ഉണ്ട്. ഇതേ പൊടി ശല്യം. ഇപ്പൊ ഈ മഴ പോയല്ലോ, അതോടുകൂടി മുഴുവൻ പൊടിച്ചില്ല. അവിടെ വഴി റിപ്പയർ. അതുകൊണ്ടാ പേപ്പർ വായന ഇത്തവണ അമ്മയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം പോകേണ്ട സമയം ആയതുകൊണ്ടേ അവര് വേഗം ചോറുണ്ടിട്ട് പിന്നെ വന്നിട്ടൊക്കെ നോക്കാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഉണ്ണുന്നുള്ളൂ കേട്ടോ. ചേന എടുക്കണില്ലേ? ഇഷ്ടമല്ല. വേലിച്ചിരുന്ന് എടുത്ത്. പിന്നെ പിക്കളും ചെമ്മീൻ. അല്ല, ചെമ്മീനല്ല, വെളുത്തുള്ളി. അവിയലിന്ന് എനിക്ക് വേണ്ട. നിനക്ക് ചേന ഇരിപ്പുണ്ട് അവിടെ. ഞങ്ങൾ പോകാനുള്ളത് കൊണ്ട് 12 മണി ആയോളൂ. ഇച്ചിരി ഒരു കയ്യിൽ ഊണ് കഴിക്കണതാണ്. ഞാൻ പറഞ്ഞില്ല, ഇന്ന് വേറെ ഒരു യാത്രയായതുകൊണ്ട് ടാക്സിക്കാണ്, നമ്മുടെ വണ്ടിക്കല്ലല്ലോ. ഞാൻ പോകുന്നില്ലാത്ത കാരണം ഞാൻ പതുക്കെ, എനിക്ക് സമയമുണ്ട്, ഉണ്ടാ മതിയല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അവിടെ ഇരിക്കണം. അപ്പം അമ്മ റെഡിയൊക്കെ ആയി വേഗം വന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇനി നമുക്ക് വേഗം പോയി പുറത്ത് പോയി ഒരു വീഡിയോ ഒക്കെ എടുക്കാം. കാരണം ഇങ്ങനെ റെഡിയായി വന്നു കഴിയുമ്പോൾ ആ ഫ്രഷ്നെസ്സിൽ വീഡിയോ എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഭംഗി പിന്നെ തിരിച്ചു വന്നു കഴിയുമ്പോൾ കിട്ടില്ലല്ലോ. അപ്പം അതേ വീഡിയോ ഒക്കെ കണ്ടിരിക്കുക, വണ്ടി വരാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു യാത്ര പോവുക കോതമംഗല ഭാഗത്തേക്ക്. അതെ. അപ്പം അത് നമ്മൾ ഡ്രൈവറായിട്ട് ടാക്സി വിളിച്ചാട്ടോ ഇന്ന് പോണത്. നമ്മുടെ വണ്ടി ഈ ഡേറ്റിന് തന്നെയാണ് സർവീസിന് ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവർ ചിലപ്പോൾ കൊണ്ടുപോകാനായിട്ട് വരും, അതുകൊണ്ടാണ് അത് എടുക്കാതിരുന്നത്. പിന്നെ ഇവള് പോയില്ല. എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ ഉച്ചയ്ക്ക് 12:30 വണ്ടി വരാറായിട്ടുണ്ട്. 12:30 നമ്മൾ പറഞ്ഞേക്കണം. അപ്പോൾ വരുമ്പോഴത്തേക്ക് 7 മണിയാവും. അപ്പം പിന്നെ കുറേ പരിപാടികളൊക്കെ നിനക്കില്ലേ, നാളെ വർക്കിംഗ് ഡേയും അല്ലേ. അപ്പം അത് കാരണം ഇവള് പോയില്ല എന്ന് പറഞ്ഞു. ഇത്രയും ഡിലേ ആവണതുകൊണ്ട് അപ്പം ഞങ്ങൾ 2 പേരും കൂടെ പോണേ. അപ്പം പോയി വരട്ടെ, എന്നിട്ട് കാണാം. ഇത് ഞാൻ അന്ന് പോത്തീസിന്ന് മേടിച്ചെന്ന സാരി അല്ലേ? നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇത് കൊടുത്തിട്ട്. ഇതിന് കട്ടിയൊക്കെ ഉണ്ടോ അമ്മ പറയണോ? നല്ല കട്ടിയുണ്ട് പോലെ. നീ മേടിച്ച ഒരെണ്ണത്തിന് മാത്രമേ കനം കുറവുള്ളൂ. ലാവൻഡർ
അത് പക്ഷെ വിലയുള്ളതാണ്. വിലയുണ്ട്, പക്ഷെ അതിന്റെ ഒരു മോഡൽ അങ്ങനെയാ. വേറെ മെറ്റീരിയൽ അത്. ഇനിയിപ്പൊ നമുക്ക് നീ പറഞ്ഞില്ല അവിടെ ഫ്ലോറൽ കുറെ വന്നിട്ടുണ്ടെന്ന്, ഒരു ഫ്ലോറൽ എടുക്കണം എന്നോർത്തായിരിക്കണം. വൈറ്റ് ഷെയ്ഡിൽ നമുക്ക് പോയി നോക്കാം. തീർന്നോന്ന് ആർക്കറിയാം. ഓരോ ദിവസം ഓരോ പരിപാടി കാരണം പോകാൻ പറ്റിയില്ല. ഇനിയിപ്പൊ ഈ അടുത്ത ആഴ്ച ഇറങ്ങണമെന്ന് ഓർത്തായിരിക്കണം. നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാട്ടോ, മേടിച്ചു കഴിഞ്ഞാൽ കാണിക്കാം. ഓക്കെ, പോയി വരട്ടെ. അമ്മയ്ക്ക് ബ്ലൂ കളറ് നല്ലതായിരിക്കും എന്ന് നമ്മുടെ വ്യൂവേഴ്സിൽ പലരും പറഞ്ഞേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബ്ലൂ കളർ ഒരെണ്ണം ട്രൈ ചെയ്തത്. കാരണം അധികം നമ്മൾ പരീക്ഷിക്കാത്തൊരു കളറാണ്. അമ്മ ഒരു പിങ്കി ഗേൾ ആയതുകൊണ്ട് പിങ്ക് എപ്പോഴും എടുക്കണേ. ബാഗിൽ എന്തൊക്കെയാ ഉള്ളത്? ബാഗിൽ സൈഡിൽ നമ്മുടെ മൊബൈലുണ്ട്, പിന്നെ ഇതിൽ ഫോൺ മറ്റേടത്തുണ്ട്, പിന്നെ ടവല്. അത്രേ ഉള്ളൂ. വണ്ടി വന്നു. പോയി വരട്ടെ. അങ്ങനെ വർത്താനം പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് നിന്നപ്പോഴേക്കും ദേ വണ്ടി വന്നു. അപ്പം ഇനി അവർ പോകാനായിട്ട് ഇറങ്ങുകയാണ്. ദേ അപ്പയും ഇറങ്ങി. ഇനി ബൈ ബൈ പറയുക കേട്ടോ. ഞാൻ എൻ്റെ വർക്കിലേക്ക് പ്രവേശിച്ചു കേട്ടോ. ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു വീഡിയോയുടെ എഡിറ്റിംഗ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിന് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു എഡിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ നേരം, ഒരു 1 മണിക്കൂറോളം അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ, ഒരെണ്ണമല്ല 2 ഷോർട്സ് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോയിട്ടോ. അത് പക്ഷേ വിചാരിച്ചതിനേക്കാളും കൂടുതൽ സമയം എടുത്തു. അപ്പോഴേക്കും ഞാൻ ക്ഷീണിച്ച് തവിടുകൂടിയായി. പിന്നെ ഞാൻ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ചായ ഉണ്ട്. ഈ ചായയുടെ റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പാലൊക്കെ നന്നായിട്ട് വറ്റിച്ചിട്ട് കുറുക്കി ഉണ്ടാക്കുന്നതാണ്. നല്ല രുചിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കി കുടിച്ചു. സമയം പോയത് അറിഞ്ഞേ ഇല്ല കേട്ടോ. അപ്പോൾ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞു തോന്നുന്നു. അന്നേരത്തേക്ക് അവർ വന്നു. ഞാനെപ്പോഴാണ് ക്ലോക്ക് ആയിട്ട് നോക്കണേ. അവധി ദിവസമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ബാക്ക് ടു ബാക്ക് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴേ സമയം പോണത് അറിയേയില്ല. ഗിഫ്റ്റ് ഇഞ്ചി മറ്റേ നിനക്ക് കഴിക്കാനുണ്ട്. അതില് അരി വറുത്ത് പൊടിച്ച അതിൽ ചേർത്തിരിക്കുന്നത് പഴം ഉണക്കി വെച്ച് അത് മിക്സിയിൽ പൊടിച്ച് നല്ല സൂപ്പറാ. പിന്നെ എനിക്കും വേറെ ഉണ്ട് അതിൽ ഗിഫ്റ്റ്. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ കൊടുത്തയച്ചു. മില്ലറ്റിന്റെ അരിയും മില്ലറ്റ് പൗഡറും. പറഞ്ഞു. അമ്മയ്ക്ക് യാത്ര വളരെ സന്തോഷകരവും തൃപ്തികരവുമായിരുന്നു എന്ന് പോയി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. കുറച്ച് ലോങ് ട്രിപ്പ് ആയിരുന്നെങ്കിലും കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ യാത്ര. വലിയ ബ്ലോക്കൊന്നും അങ്ങനെ ഉണ്ടായില്ല. പിന്നെ ആ ചേട്ടൻ ഷോർട്ട് കട്ടിലൊക്കെ ആണ് പോയത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അധികം ബ്ലോക്കൊന്നും അനുഭവപ്പെട്ടില്ല എന്ന് പറഞ്ഞു. 100 ഉണ്ടാവോ വെയില? 5 ഞാൻ പറഞ്ഞ നല്ല യാത്രയായിരുന്നു ചേട്ടൻ്റെ കൂടെ. പോണ്ട അടുത്തൊക്കെ പോകാൻ പറ്റിയോ? കോട്ടപ്പടിയിൽ അമ്മയുടെ അടുത്ത് ആദ്യം കയറി. ഇനി പോയി വന്നു കഴിഞ്ഞിട്ട് ഓരോ വിശേഷങ്ങളും അമ്മ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയും. അമ്മയുടെ വിശേഷങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഞാനൊക്കെ വിശേഷം പറയണ പോലെയല്ല, അമ്മ പറയുമ്പോൾ അത് കറക്റ്റ് പിക്ചറൈസ്ഡ് വ്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇല്ല, മനുഷ്യാവസ്ഥയില്ലല്ലോ, അസുഖമൊക്കെ വന്നാലേ പെട്ടെന്ന്. അപ്പോൾ യാത്ര വളരെ ഇഷ്ടമായി എന്നുള്ള സന്തോഷം അമ്മ പങ്കുവെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയും ഹാപ്പി ആയതുകൊണ്ടാണ് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കണേ കേട്ടോ. കാരണം അമ്മയുടെ മുഖത്ത് ചിരി കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ വളരെ തൃപ്തികരമായിരുന്നു എന്ന്. അങ്ങനെ ആ ചേട്ടൻ പോയിട്ടോ. നല്ല യാത്രയായിരുന്നു. നല്ല ഡ്രൈവും. നല്ല വാളകത്തുനിന്ന് കട്ട് ചെയ്താ പോയെ. ഷോർട്ട് കട്ടാ. നമ്മൾ പോണ റൂട്ടല്ല. അല്ല, വാളകത്തുനിന്ന് നെല്ലാടന്ന് പരുത്തുവേലി കീഴിലം കൂടി കുറുപ്പമ്പടി ചെന്ന് ചാടും. എന്നിട്ട് കുറുപ്പമ്പടിന്ന് പിന്നെ കൽക്കുരിശുപള്ളി അറിയാം. നെടുങ്കമ്പ്രപ്പള്ളി അറിയാം. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അമ്മായിയുടെ വീട്ടിലേക്ക് പോണോന്ന് പറഞ്ഞു. ഇപ്പൊ ജ്യൂസ് കൊടുത്തപ്പോ കുടിക്കൂല, തണുപ്പ്. പിന്നെ ചായ തേത്താന്ന് പറഞ്ഞപ്പോ പുള്ളി വേണ്ടാന്ന് പറഞ്ഞ. പിന്നെ പുള്ളിക്ക് അവിടെ നിന്ന് ഉണ്ടൊക്കെ കൊടുത്തു. ഇതാണ് അമ്മയുടെ വീട്ടിൽ നിന്ന് അമ്മയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തു വിട്ടതാണ്. കാരണം അമ്മയ്ക്ക് ഇടയ്ക്ക് സ്റ്റൊമക്കിലൊക്കെ കുറച്ച് ഇഷ്യൂസൊക്കെ വന്നായിരുന്നല്ലോ. അപ്പോൾ വൈകിട്ടൊക്കെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തു വിട്ടതാണ്. അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അമ്മ തന്നെ പറയൂ കേട്ടോ. അടുത്ത വീഡിയോയിലൊക്കെ നിങ്ങൾക്കത് കാണാം. ഇത് അരിയുണ്ടയാണെങ്കിലും ഇതുണ്ടാക്കുന്ന രീതിയിൽ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതാണ് അതിന് ഏറ്റവും രുചി തന്നേന്നുള്ളത് എനിക്ക് പിന്നീട് മനസ്സിലായി. അതെന്ത് ഇൻഗ്രീഡിയൻ്റാണ് ചേർത്തതെന്നുള്ളത് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗസ് ചെയ്തിട്ടോ. ചെറിയ പുളിയൊക്കെ അതുകൊണ്ട് ഉണ്ടാക്കി വന്നത് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വൈകിട്ട് വന്നിട്ട് അമ്മ ആരൊക്കെയോ വിളിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയും ചോദിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ ഫേവറേറ്റ് വിനോദങ്ങളിൽ ഒന്നാണ് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ല, ഫേവറേറ്റ് വിനോദം തന്നെയാണ് വർത്താനം പറയാന്നുള്ളത്. ഒന്നല്ല കേട്ടോ, അതാണ് മെയിൻ വിനോദം. എത്ര വർത്താനം പറഞ്ഞാലും അമ്മയ്ക്ക് ക്ഷീണമൊന്നുമില്ല. അതാണ് അമ്മയുടെ ഹാപ്പിനെസ്. പിന്നെ പറഞ്ഞോട്ടെ, അതാണ് സന്തോഷമെങ്കിൽ അത് തന്നെ ചെയ്യട്ടെ അല്ലേ.
അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നുന്നത് കറക്റ്റ് ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല, നമ്മൾ മില്ലറ്റ് പുട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിട്ടോ. ഞാൻ ഇത്രയും രുചികരമായിട്ടുള്ളൊരു പുട്ടാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല കേട്ടോ. ഞാൻ സാധാരണ പുട്ട് അങ്ങനെ കഴിക്കാറൊന്നുമില്ല, എനിക്ക് പുട്ട് വലിയ താല്പര്യമില്ല, മീൻകറി ഉണ്ടെങ്കിലേ കഴിക്കാറുള്ളൂ. ഇതിപ്പോൾ ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതിന് വേറെ കറിയില്ലെങ്കിലും കഴിക്കാമെന്നുള്ളൊരു അവസ്ഥയിലായിട്ടോ ഞാൻ. അത്രയും ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അമ്മ പറഞ്ഞു ഗ്രീൻ പീസും കറി ഉണ്ടാക്കിയിട്ടുണ്ടെന്നാൽ അതും കൂടെ കൂട്ടി കഴിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രോട്ടീൻ കയറിക്കോളൂല്ലോ, പീസൊക്കെ അല്ലേ, എന്നാൽ പിന്നെ അതും കൂടെ കുറച്ച് കയറട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തു. പക്ഷെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, ഇതിൻ്റെ കൂടെ കറി ഒന്നും ഇല്ലെങ്കിലും കഴിക്കാം. അത്ര ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് മഴ തോർന്നത് അനുസരിച്ച് പുറത്തേക്കൊന്ന് ഇറങ്ങിയതാ. അപ്പൊ ഇന്നിപ്പോ മഴ തോർന്ന സമയത്ത് ഒരു സംഗതി കാണാറായിട്ടില്ല, എന്നാലും കാണിക്കാന്ന് ഓർത്തിറങ്ങിയതാ. അതായത് ഞാൻ ഒരാഴ്ച മുമ്പ് കോട്ടപ്പടിയിലെ അമ്മായിയുടെ വീട്ടിലൊന്ന് പോയായിരുന്നു. ഒരു അത്യാവശ്യം ഉണ്ടായി പോയതാണ്. അപ്പോൾ പോയപ്പോൾ അമ്മായി കുറേ സാധനങ്ങൾ തന്നു വിട്ട്. അതായത് അത് നിങ്ങൾ ഈ വീഡിയോയിലാണോ അത്? അതെ. ഇവള് കൂടെ വരാൻ പറ്റിയില്ല, പെട്ടെന്നുള്ളൊരു പോക്കായിരുന്നു. അത് കാരണം ഇപ്പോൾ ഇവക്ക് കഴിക്കാനുള്ള സാധനം ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു ഒക്കെ തന്നു വിട്ട്. ഇപ്പോൾ വീഡിയോയിൽ കണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഇവിടെ ഇഞ്ചി ഉണ്ടോയെന്ന് ചോദിച്ചു നടാനായിട്ട്. അപ്പോൾ ഇഞ്ചി ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ അമ്മായി പറഞ്ഞ ഒരു കവറിൽ വേഗം വാരി പൊട്ടി കുറേ ഇഞ്ചി എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഗ്രോ ബാഗിലെല്ലാം അപ്പയ്ക്ക് നേരം പോകാൻ നടാം, പച്ചക്കറി അതും ഒക്കെ നടന്നതല്ലേ. എന്നിട്ട് പറയുകയും ചെയ്ത് ഇവിടെ വലിയ നടിയിലൊന്നും ഉണ്ടാവില്ല, അപ്പം സിസിലിന് നടാമെന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഇത്രയും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അതാ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തന്ന. അപ്പോൾ അതിൽ ഞാൻ കവറിലിരിക്കുന്ന ഇഞ്ചിയുടെ പോർഷൻ നട്ട് കഴിഞ്ഞിട്ട് ഇനിയും ഒരു 2 കവറിലും കൂടെ വെക്കാനുണ്ട്. ഞാൻ കുറച്ച് മണലിൽ വെച്ചത് ഞാൻ കാണിച്ചു തരാം. ഇഞ്ചി കാണിച്ചു തരാം കേട്ടോ. കിളുത്ത ഇഞ്ചി വിത്ത് ഇങ്ങനെ കിളിപ്പ്, നല്ല ഇഞ്ചി വിത്ത്. അതെ അവിടെയൊക്കെ ഓൾറെഡി നട്ട് ഇതായി. അപ്പം നമ്മൾ ചെന്നപ്പോൾ ബാലൻസ് ഇരുന്ന് എവിടെന്നോ പുള്ളിക്കാരി മണ്ണിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാ വേഗം. അപ്പം ഞാൻ ഇനിയിപ്പോൾ അപ്പം പറഞ്ഞു 2 ഗ്രോ ബാഗിലും കൂടെ വെക്കാന്ന് പറഞ്ഞു. അപ്പം ഗ്രോ കണ്ടോ, കണ്ടോണ്ടിരിക്കുക പറഞ്ഞു. അപ്പം ഗ്രോ ബാഗിൽ നട്ടത് നമുക്കൊന്ന് കാണിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ മഴ വന്ന് അത് കാണിക്കാൻ പറ്റൂല. തന്നു വിട്ട ഇഞ്ചി ഈ ഗ്രോ ബാഗിൽ നട്ടു. അത് മുനിപ്പുള്ളത് കൊണ്ട് ഇങ്ങനെ നിക്കണത്, കിളിർത്തതല്ലേ തന്നു വിട്ടതാ. ഇതിലും നട്ടു. ഇതിൽ വെച്ചിട്ടുണ്ടോ? മഴ വന്നുകൊണ്ട് വെച്ചില്ല എന്ന് എനിക്ക് തോന്നണം കേട്ടോ. ഇതിൽ നടാനുള്ളതായിരിക്കും. അതിൽ നട്ടിട്ടുണ്ടെങ്കിൽ കുനിപ്പ് വന്നേനെ ഇങ്ങനെ. അല്ല കുനിപ്പ് വരുമല്ല, കുനിപ്പ് ഓൾറെഡി അതിലുണ്ടല്ലോ. അപ്പം ഈ ഗ്രോ ബാഗിലും കൂടെ വെക്കാൻ എന്തായാലും ഉണ്ട്. അതിൽ നിങ്ങൾ കവറിലെ കണ്ടല്ലോ. പിന്നെ ഞാൻ എൻ്റെ കൃഷിയായിട്ട് നട്ടേക്കണ കാണിക്കാം. എവിടെയാണ് കാണിച്ചു തരാമ്പാ. ഞാനില്ലേ മണലിൽ കുറച്ചിങ്ങനെ നിർത്തിയതാ. അമ്മ എന്നെ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്തു. അല്ല അതെന്നാന്ന് വെച്ചാൽ ഞാൻ പണ്ട് മണലിൽ ഇങ്ങനെ വെക്കുമായിരുന്നു. അപ്പൊ ഞാൻ അതിലേക്ക് കുറച്ചിങ്ങനെ ഇട്ടത്. അതിൽ ഇട്ട് കഴിഞ്ഞാൽ വേര് ഓടിക്കോളൂ, ഇങ്ങനെ മണലായതുകൊണ്ട് പോകൂല. അപ്പൊ അത് എന്റെ കൃഷി, അത് നിങ്ങളെ വളർന്നു വരുമ്പോ കാണിക്കാം. അപ്പൊ ഇനി ആ ഗ്രോ ബാഗിലും കൂടെ വെക്കാനുള്ളതുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അത്രയും പറഞ്ഞു. അത് പിന്നെ പറയണ്ടേ ക്ലിയർ ആയിട്ട്. അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ ആന്റി തന്ന ഉണ്ട അതിമനോഹരവും അതിരുചികരവുമായിരുന്നു. ആ ഉണ്ടയുടെ സ്പെഷ്യൽ ആ ഉണ്ട ഒരു സ്പെഷ്യലാണ്. ആ ഉണ്ട നമുക്ക് ഉണ്ടാക്കണം, പക്ഷെ ഇപ്പൊ ഉണ്ടാക്കാൻ മാർഗ്ഗമില്ല. കാരണം അതിൽ ചേർക്കണ എന്താന്ന് പറയൂല, അതിൽ ചേർക്കണ ഒരു ഇൻഗ്രീഡിയന്റ് ഇപ്പൊ നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല. അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ ആന്റി പറഞ്ഞു നിനക്ക് പറയാൻ മേല, ഞാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു കുറച്ച് തന്നു വിട്ടേനല്ലോ. അപ്പൊ അത് നമുക്ക് ഉണ്ടാക്കുമ്പോ പറയാം. വേനൽക്കാലത്തെ അത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഇൻഗ്രീഡിയന്റ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതുപോലെ മില്ലറ്റ് കൊണ്ട് നമ്മൾ മില്ലറ്റിന്റെ പുട്ടിന്റെ പൊടി ഒരു പാക്കറ്റ് വീഡിയോയിൽ വന്നില്ലേ. അതെ. പിന്നെ കഞ്ഞി, ഈ ചാമേരി പോലെ എന്തോ ഒരു തരം അരി കഞ്ഞി വെക്കാനുള്ള. അത് എന്തിനാ തന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളയ മോനിങ്ങനെ എനിക്ക് വയറിനൊക്കെ പണ്ട് അസ്വസ്ഥത വന്നപ്പോൾ അവൻ പറയും കുഞ്ഞേച്ചി ഇത് കഴിക്കുക, അപ്പോൾ വൈകിട്ട് ഇത് കഴിച്ചാൽ നല്ലതാ, ശരീരത്തിന് നല്ല. അവന് ഏതോ ഒരു ആയുർവേദ ഡോക്ടർ പറഞ്ഞാന്നാ പറഞ്ഞ. അങ്ങനെ അവൻ കഴിക്കണുണ്ടത്. അപ്പം ഇങ്ങനെ ചെല്ലൂന്ന് പറഞ്ഞതാ അനുസരിച്ച് മേടിച്ച് വെച്ചതാ. അവിടെ ഒരു പാക്കറ്റിന്റെ അരിയുണ്ട്, ഒരു പാക്കറ്റിന്റെ മില്ലറ്റ് പൗഡറും ഉണ്ട്, പുട്ട് പൗഡർ. അത് പക്ഷെ പുട്ട് എനിക്ക് വളരെ ഇഷ്ടമായി, വളരെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ ഇന്ന് പരീക്ഷണാർത്ഥം കാലത്തെ ഇച്ചിരി വേറെ പരിപാടി ഉണ്ടായിരുന്നതുകൊണ്ട് അത് വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല. അടുത്ത ആഴ്ച എപ്പോഴെങ്കിലും ഉണ്ടാക്കുമ്പോൾ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പൊ അത് നല്ല കോസ്റ്റ്ലിയാ പാക്കറ്റ്, നല്ല കോസ്റ്റ്ലി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് 2 മോൻ മേടിച്ച് വെച്ചിരുന്നതാണ്. പിന്നെ പല സാധനങ്ങളും അങ്ങനെ തന്നുവിട്ട ഒന്നാണ് അതിൽ ഇഞ്ചി. എനിക്ക് പോവാനായിട്ട് സാധിച്ചില്ല. അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിൽ അതിനുള്ള അവസരം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതെ, 1-2 മാസത്തിനകം നമുക്ക് പോകണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു വിട്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് പോകുമ്പോഴേ ബിജു വന്നപ്പോ പറഞ്ഞില്ലേ ഇന്നലെ, അവിടെ കുറച്ച് നല്ല സ്ഥലമുണ്ട് വീഡിയോ ചെയ്യാനായിട്ട്, കനാൽ ബണ്ട്. അപ്പൊ നമുക്ക് ആ സമയത്ത് പോവാൻ പറ്റട്ടെ. അതെ അല്ലേ? എന്നാ അപ്പൊ 1-2 മാസത്തിനകം പോകണമെന്ന് ആഗ്രഹിച്ചായിരിക്കണത്. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കണം. അപ്പം നല്ല ഉണ്ടയും നല്ല
പൊടിയുടെ നല്ല ഒന്നാന്തരം പുട്ടും. അതെ. ഇനി കഞ്ഞി വെച്ചിട്ട് കഞ്ഞിയുടെ അഭിപ്രായം പറയാം. ഉം. അപ്പോൾ ഓക്കെ.